കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും അസമിലെയും ഇലക്ഷന് ശേഷം ഇനി BJP അടുത്ത ലക്ഷ്യം പഞ്ചാബാണ് ആണെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. പഞ്ചാബിൽ നിന്നുള്ള 6 MP ഉൾപ്പെടെ 7 രാജ്യസഭാ MP, ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ MP ഒരുമിച്ച് പാർട്ടി വിട്ടിരിക്കുന്നത്. അവർ BJP ചേർന്നിരിക്കും. അവരുടെ നേതാവ് രാഘവ് ചദ്ദ, അദ്ദേഹം രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിയുടെ ഉപനേതാവായിരുന്നു. അദ്ദേഹം BJP ചേരുമെന്ന് പാർട്ടിക്ക് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അവർ നേതൃസ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി പകരം അശോക് മിത്തലിനെ വാഴിച്ചു. പക്ഷെ ഈ അശോക് മിത്തൽ ഉൾപ്പെടെയുള്ള 7 MP ഇപ്പോൾ BJP ചേർന്നിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ഭരണമുള്ള ഏക സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിലാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിലാണ് 2022 ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിലേറിയത്. ആ സർക്കാരിന്റെ കാലാവധി കഴിയാൻ പോവുകയാണ്. അടുത്ത വർഷം പഞ്ചാബിൽ ഇലക്ഷൻ നടക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർ അകാലിദളിന്റെ ഘടകകക്ഷിയായിക്കൊണ്ടാണ് പഞ്ചാബ് ഭരിച്ചത്. ഇപ്പോൾ അവർ ഹരിയാന മുഖ്യമന്ത്രി സൈനിയെ പഞ്ചാബിലെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ആയുധം ഇനി രാഘവ് ചദ്ദയായിരിക്കും. കാരണം രാഘവ് ചദ്ദയായിരുന്നു ആം ആദ്മി പാർട്ടിയെ പഞ്ചാബിൽ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും നേതൃത്വപരമായ പങ്ക് വഹിച്ച വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ. 33-ാമത്തെ വയസ്സിൽ രാജ്യസഭയിലെത്തിയ രാഘവ് ചദ്ദ ഒരു കാലത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ആ പാർട്ടി വിട്ടിരുന്നു. രാഘവ് ചദ്ദ പറയുന്നത് റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി. കാരണം അദ്ദേഹം ആം ആദ്മി പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു, അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള പാർട്ടിയായിരുന്നു. പക്ഷെ ആ പാർട്ടി അതിന്റെ കോർ പ്രിൻസിപ്പിൾ, അതിന്റെ മുഖ്യം തത്വങ്ങളിൽ എല്ലാം തന്നെ ആ പാർട്ടി തത്വങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അഴിമതിയുടെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു, സ്വജനപക്ഷപാതത്തിന്റെ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഇനി ആം ആദ്മി പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2011 ഡൽഹിയിൽ വലിയ സമരങ്ങളൊക്കെ നടക്കുന്നത്, അഴിമതി വിരുദ്ധ സമരങ്ങൾ. കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി നടത്തിയത് കോൺഗ്രസ് ആണ്. അതും 1ഉം 2ഉം UPA സർക്കാർ. 2004 മുതൽ 2009 വരെയുള്ള 1ാം UPA സർക്കാരും 2009 മുതൽ 2014 വരെയുള്ള 2ാം UPA സർക്കാരും രണ്ടും മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു. അതിൽ 1ാമത്തെ സർക്കാരിനെ ഇടതുപക്ഷം പിന്തുണച്ചിരുന്നു. 2ാമത്തെ സർക്കാരിൽ അവരുണ്ടായിരുന്നില്ല. 1ാമത്തെ സർക്കാരിൽ CPI മന്ത്രിസഭയിൽ വരെ പങ്കാളിയായിരുന്നു. കേരളത്തിലെ LDF-ൽ ഘടകകക്ഷിയായ CPI അവിടെ മന്ത്രിസഭയിൽ പങ്കാളിയായിരുന്നു. ചതുരാനന്ദ മിശ്രയെ പോലുള്ള ആളുകളൊക്കെ തന്നെ കൃഷിമന്ത്രിയായിട്ടൊക്കെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു CPI-ക്കാരൊക്കെ. അപ്പൊ ഇതായിരുന്നു, അഴിമതിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര. കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ, 2G സ്കാം, അങ്ങനെ സ്കാമുകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കഥകൾ. അതിൽ പല DMK മന്ത്രിമാരൊക്കെ ജയിലിനകത്തായി. വലിയ അന്വേഷണങ്ങളൊക്കെ നടന്നു. പല കേസും ഇപ്പോൾ അന്വേഷണത്തിനിടയിലാണ്. അങ്ങനെ ഇന്ത്യയെ ഞെട്ടിച്ച ഏറ്റവും വലിയ അഴിമതി കഥകളായിരുന്നു ഡൽഹിയിൽ നടന്നത്. അങ്ങനെയുള്ള അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ജനകീയമായ പോരാട്ടം, അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം, അഴിമതി വിരുദ്ധ ബില്ലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അങ്ങനെ അതൊരു എല്ലാ സമൂഹത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും എല്ലാ തലങ്ങളെയൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മൊത്തം ജനങ്ങൾ പങ്കെടുത്ത ഒരു സമരമായിട്ട് ആ സമരം. അണ്ണാ ഹസാരെ ഒരു ഗാന്ധിയൻ ചിന്തകനായിരുന്നു, അല്ലെങ്കിൽ ഗാന്ധിയൻ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയിലെ റാലേഗൻഷിദ്ദി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഡൽഹിയിൽ അദ്ദേഹത്തിന് അനേകം അനുയായികൾ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ ശിഷ്യരായിരുന്ന അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഒക്കെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം അവർ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളൊക്കെ പാർട്ടി ഉണ്ടാക്കുന്നതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് അണ്ണാ ഹസാരെ ചെയ്തത്. കാരണം അണ്ണാ ഹസാരെ പറഞ്ഞ എന്താണ്, നാം നമ്മുടെ നാട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അത് അധികാരത്തിന് വേണ്ടിയിട്ടല്ല. അധികാരത്തിലുള്ള ആളുകളുടെ അഴിമതിയെ, അധികാരത്തിലുള്ള ആളുകളെ തിരുത്താൻ വേണ്ടിയാണ്, അഴിമതിയെ എതിർക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അണ്ണാ ഹസാരെയുടെ ജനസമ്മതി മനസ്സിലാക്കിയ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. 2012 ഭരണഘടനാ ദിനത്തിൽ നവംബർ 26 ആം ആദ്മി പാർട്ടി ഔദ്യോഗികമായി രൂപീകരിക്കുന്നത്. പക്ഷെ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതോടുകൂടി തന്നെ അതിന്റെ യഥാർത്ഥ മുഖം
പതുക്കെ പതുക്കെ പുറത്തു വരികയാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ ഇതിൽ തന്റെ സ്വന്തം പാർട്ടിയായിട്ടാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന് അനുയായികളും എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിബന്ധിയും ആയിരക്കണക്കിന് ആളുകൾ പാർട്ടിയിലുണ്ട്. നിരവധി ബുദ്ധിജീവികളും വിവിധ മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവര് രാഷ്ട്രീയമൊന്നും നോക്കിയിരുന്നില്ല. അവര് അണ്ണാ ഹസാരെയായിരുന്നു അംഗീകരിച്ചിരുന്നത്. അവർ അരവിന്ദ് കെജ്രിവാളിനെ ആയിരുന്നു അംഗീകരിച്ചത്. പക്ഷെ പലരും ആം ആദ്മി പാർട്ടി രൂപീകരിച്ച സമയത്ത് പലരും അതിന്റെ കൂടെ വന്നു. പക്ഷെ പതുക്കെ 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 ഓരോ ആളുകളും പാർട്ടി വിട്ട് വരാൻ തുടങ്ങി. 2012 രൂപീകരിച്ച പാർട്ടി 2013 ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ 28 സീറ്റും അവർ നേടി. അവർ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചത്. അപ്പം ആദ്യം തന്നെ മനസ്സിലാക്കണം, ആരുടെ അഴിമതിയെ എതിർക്കാനാണ് ആം ആദ്മി പാർട്ടി തുടങ്ങിയത്. ആം ആദ്മി പാർട്ടി തുടങ്ങിയത് സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഭരണത്തിന്റെ അഴിമതിക്കെതിരായിട്ടാണ്. പക്ഷെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഡൽഹിയിൽ അവർ സർക്കാർ ഉണ്ടാക്കിയത്. അവസാനം അവർക്ക് രാജിവെച്ച് പോരേണ്ടി വന്നു. പക്ഷെ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി സ്വന്തമായിട്ട് അധികാരത്തിൽ വന്നത്. ഡൽഹിയിലെ 2-3 സീറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ സീറ്റുകളും അവർ നേടി. 70 സീറ്റിൽ 67 സീറ്റ് നേടിയിട്ടാണ് ഡൽഹിയിൽ അവർ അധികാരത്തിൽ വന്നത്. 2015 അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് 2020 അവർക്ക് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞു. ആ സമയത്തേക്ക് 2014 തന്നെ ഡൽഹിയിൽ കേന്ദ്രത്തിൽ ഭരണമാറ്റം നടന്നിരുന്നു. ആ സമയത്തും ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകളിലൊക്കെ BJP ആണ് ജയിച്ചത്. പക്ഷെ പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫിലോസഫി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവരെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ് ഹിന്ദുത്വവാദികൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ പലപ്പോഴും അവർ BJP ആരോപിക്കുന്ന കപട മതേതര സമീപനവും അവർ സ്വീകരിക്കുന്നു. കാരണം ഡൽഹിയിലെ പല മുസ്ലിം വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി MLA-മാരായിരുന്നു. അവർക്കെതിരെ നടപടിയെടുക്കാനും തയ്യാറായിരുന്നു. പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത് ഏതൊരു പാർട്ടിയാണോ അഴിമതിക്കെതിരെ ശബ്ദിച്ചത് ആ പാർട്ടി അഴിമതിയുടെ വക്താക്കളായി മാറുന്ന കഥയാണ് നമുക്ക് കാണാൻ കഴിയും. നിരവധി അഴിമതിയുടെ കഥകൾ. ഡൽഹിയിലെ ലിക്കർ പോളിസി, ലിക്കർ സ്കാം എന്ന് പറയുന്നതൊക്കെ കോടാനുകോടി രൂപയുടെ അഴിമതിയാണ്. അതുപോലെ സ്കൂൾ ബിൽഡിംഗ് അഴിമതി 1300 കോടി രൂപയുടെ അഴിമതിയാണ് സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. അങ്ങനെ അവസാനം അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയൊക്കെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പൊ ഏതൊരു പാർട്ടിയാണോ അഴിമതിക്കെതിരെ പോരാടി അധികാരത്തിൽ വന്നത് ആ പാർട്ടി തന്നെ അഴിമതിയുടെ വക്താക്കളായിട്ട് മാറുന്ന കാഴ്ചയാണ് നാം ഡൽഹിയിൽ കണ്ടത്. ഈ പാർട്ടിയായിട്ട് പിന്നീട് സഹകരിക്കാനാണ് കോൺഗ്രസ് തയ്യാറായത്. ഏറ്റവും ഒടുവിലത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റിൽ 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റിൽ കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ 7 സീറ്റിലും അവിടെ BJP ആണ് ജയിച്ചത്. ഇതിനിടയിൽ ആം ആദ്മി പാർട്ടി അധികാരം അല്ലെങ്കിൽ തങ്ങളുടെ സ്വാധീനം പഞ്ചാബിലേക്ക് വർദ്ധിപ്പിച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ അവർക്ക് പഞ്ചാബിൽ സ്വാധീനം ഉണ്ടായിരുന്നു. കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ 1 സീറ്റ് പോലും കിട്ടിയില്ലെങ്കിലും അവർക്ക് പഞ്ചാബിൽ 4 സീറ്റ് ലോക്സഭാ സീറ്റ് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നീട് ആ പാർട്ടി അഴിമതിയുടെ ഭാഗമായി മാറുന്നു. അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ ഏറ്റവും ലാളിത്യ ജീവിതത്തിന്റെ ആളായിട്ട് അറിയപ്പെട്ടിരുന്ന ആൾ അവസാനം ആഡംബര ജീവിതത്തിന്റെ ആളായിട്ട് മാറുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി 45 കോടി രൂപ ചെലവഴിച്ചാണ് അദ്ദേഹം ആ മാളിക പുതുക്കി പണിതത്. ഒരു മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക വസതി പുതുക്കി പണിയാൻ വേണ്ടി 45 കോടി രൂപ ചെലവഴിച്ചു. അവസാനം ഡൽഹിയിൽ നിന്ന് അധികാരത്തിന് പുറത്തായതിനു ശേഷം, കാരണം ഡൽഹിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നു. ഡൽഹിയിൽ നിന്ന് അവർ അധികാരത്തിൽ പുറത്തായതിനു ശേഷം അദ്ദേഹം മണിമാളികകളൊക്കെ പഞ്ചാബിലേക്ക് മാറ്റി എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ സുഖലോലുപനായിട്ട് കഴിയാണ്. അതേസമയത്ത് അദ്ദേഹം താനാണ് പാർട്ടി, തനിക്കെതിരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പുറത്തുപോയി. പല ചിന്താഗതിക്കാരും പല രാഷ്ട്രീയ ചിന്താഗതിക്കാരും ആം ആദ്മി പാർട്ടിയിലുണ്ടായിരുന്നു. കാരണം ആം ആദ്മി പാർട്ടി ഇതിന്റെയൊക്കെ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആയിട്ടാണ് വന്നത്. പല ചിന്താഗതിക്കാർ, യോഗേന്ദ്ര യാദവിനെ പോലുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ആളുകൾ, കുമാർ വിശ്വാസിനെ പോലത്തെ ആളുകൾ ഉണ്ടായിരുന്നു. പലരും പാർട്ടി വിട്ട് പോയി. പലരും BJPയിലേക്ക് പോയി, ചിലർ കോൺഗ്രസിൽ പോയി, ചിലർ സ്വന്തം പാർട്ടി, യോഗേന്ദ്ര യാദവ് ഒക്കെ സ്വന്തം പാർട്ടി ഉണ്ടാക്കി. പ്രശാന്ത് ഭൂഷൺ അങ്ങനെ പാർട്ടിയൊന്നും ഇല്ലാതിരിക്കുന്നു. ചിലർ BJPയിലേക്കാണ് പോയത്, ചിലർ കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് പാർട്ടിയിൽ നിന്ന് വലിയൊരു അവരുടെ യുവ നേതാവാണ് രാഘവ് ചദ്ദ. അദ്ദേഹം പാർട്ടി വിടുന്നു. അപ്പൊ അദ്ദേഹം പാർട്ടി വിടുന്ന സമയത്ത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് കെജ്രിവാൾ ശ്രമിച്ചത്.
കേജ്രിവാൾ തന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു, പക്ഷെ താൻ പരാജയപ്പെടുകയില്ല എന്നാണ് ചദ്ദ അന്ന് പറഞ്ഞത്. അതിന് കേജ്രിവാൾ ചദ്ദയ്ക്ക് പകരമാണ് അദ്ദേഹം മിത്തലിനെ പാർലമെന്ററി പാർട്ടി രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയ്തത്. ഇപ്പോഴിതാ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട്, കാരണം അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് ഇതിൽ ആരോപിക്കാൻ കഴിയില്ല. കാരണം 10-7 പേർ, ഒരു രാജ്യസഭാ പാർട്ടിയിൽ 10-7 പേർ വന്നതോടുകൂടി 3-2 പേർ അവരുടെ കൂടെയാണ്. ഇനി അവർക്കെതിരെ കൂറുമാറ്റത്തിനുള്ള നടപടി എടുക്കാൻ കഴിയും. ഈ രാജിവെച്ച് വന്ന 7 എംപിമാരിൽ 6 പേരും പഞ്ചാബിൽ ജയിച്ച ആളാണ്. ഹർഭജൻ സിംഗിനെ പോലുള്ള ആളുകളുണ്ട്. അതുപോലെ രാജേഷ് പഥകിനെ പോലുള്ള തലേ ദിവസം വരെ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ സ്ട്രാറ്റജി തയ്യാറാക്കിയ ആളാണ് തൊട്ടടുത്ത ദിവസം പാർട്ടി വിടുന്നത്. അപ്പം ശരിക്കും ഇത് ആം ആദ്മി പാർട്ടിയെ ശരിക്കും പിളർത്തിയിരിക്കണം. ഇനി ആ പാർട്ടിയിൽ ആത്മാഭിമാനമുള്ള, അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ആരും അതിനകത്ത് അവശേഷിക്കില്ല. എല്ലാവരും അരവിന്ദ് കെജ്രിവാളിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളാണ്. കാരണം നമുക്കറിയാം, സ്വാതി മാലിവാൾ എന്ന് പറയുന്ന വനിതാ MP അവരെ അപമാനിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് അപമാനിച്ചു പോലും അതിനെ തള്ളിപ്പറയാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിരുന്നു. അങ്ങനെയാണെന്ന് സ്വാതി മാലിവാൾ പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നു. അതേപോലത്തെ രാഘവ് ചദ്ദയും കുറച്ചു കാലമായിട്ട് പാർട്ടിയിൽ നിന്ന് അകന്നു നിന്നിരിക്കുകയായിരുന്നു. ഇവരൊരു വലിയൊരു ചലനം പഞ്ചാബിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അടുത്ത് വരുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പ് 2027 നടന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വാട്ടർലൂവായിരിക്കും. ആം ആദ്മി പാർട്ടി ഇല്ലാതാവാൻ പോവുകയാണ്. ഏതൊരു പാർട്ടിയാണോ അഴിമതിക്കെതിരെ രൂപീകരിച്ചത്, ആ പാർട്ടി തന്നെ അഴിമതിയിൽ മുങ്ങി തങ്ങളുടെ അന്ത്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് വ്യക്തമാവുന്നത് പഞ്ചാബ് തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് വ്യക്തമാവാൻ കഴിയും. ഇപ്പം BJP ബംഗാളിൽ വലിയ വിജയം നേടാൻ പോവുകയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മമതാ ബാനർജിക്ക് കനത്ത മറുപടിയാണ് ആര് നൽകിയിരിക്കുന്നത്, അമിത്ഷാ നൽകിയിരിക്കുന്നത്. മമതാ ബാനർജി പറഞ്ഞത് താൻ ഡൽഹിയിലേക്ക് വരികയാണ്, ബംഗാൾ ജയിച്ച ശേഷം താൻ ഡൽഹിയിൽ വരും എന്ന് പറഞ്ഞ സമയത്ത് ബംഗാളിൽ ഒന്നും അവശേഷിപ്പിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, അതായത് ബംഗാളിൽ നിലംപൊത്തിയ ആൾക്ക് ഡൽഹിയിൽ എന്ത് ചെയ്യാനാണ് എന്നാണ് അമിത്ഷാ ചോദിച്ചത്. ബംഗാളിലെ വോട്ടെടുപ്പ് നമുക്കറിയാം 92%. ബംഗാളിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടെടുപ്പാണ് നടന്നിരിക്കുന്ന പോളിംഗ് ശതമാനമാണ്. അത് തികച്ചും ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ബംഗാളിലെ ദീർഘകാലത്തെ മമതാ ബാനർജി 2011 മുതൽ 15 വർഷമായിട്ട് ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ ഭരണം ബംഗാളിൽ അവസാനിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത BJPയുടെ ലക്ഷ്യം പഞ്ചാബ് ആയിരിക്കും. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ തൂത്തെറിഞ്ഞ് അത്ര വലിയ ശക്തി അല്ലാതായിരുന്ന BJPയെ എങ്ങനെയെങ്കിലും പഞ്ചാബിൽ കൂടി അധികാരത്തിൽ കൊണ്ടുവരാനായിരിക്കും BJPയുടെ ശ്രമം.